ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 17-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ബുദ്ധി തോന്നാതെ വണ്ണം നീ അവരുടെ ഹൃദയം അടച്ചു കളഞ്ഞു, അതു നിമിത്തം നീ അവരെ ഉയർത്തുകയില്ല. ഒരുത്തൻ സ്നേഹിതന്മാരെ കവർച്ചയ്ക്കായി കാണിച്ചു കൊടുത്താൽ അവരുടെ മക്കളുടെ കണ്ണ് മങ്ങിപ്പോകും എന്നുള്ള വചനമാണ്. ഈ വാക്യത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തുന്ന ആഴമായ ചിന്ത, തലമുറയുടെ നന്മയ്ക്കു വേണ്ടി, തലമുറയുടെ അനുഗ്രഹത്തിനു വേണ്ടി മാതാപിതാക്കളുടെ കടപ്പാടുകൾ എത്ര വലുതാണെന്ന് ഈ വചനം ഓർപ്പിക്കുകയാണ്. ബുദ്ധി തോന്നാത്തതുകൊണ്ട്, ബുദ്ധിഹീനത നിമിത്തം ഒരു നിരപരാധി കവർച്ചയായി പോകുന്നതിന്, അവർക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ സംഭവിക്കപ്പെടുന്നത് സ്വന്തം തലമുറയ്ക്ക് അത് നാശത്തിനും നഷ്ടത്തിനും തിന്മയ്ക്കും കാരണമായി തീരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഓർപ്പിക്കുന്നത്, അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്ന പദമാണ്. അബ്രഹാമിൻ്റെ തലമുറയ്ക്ക് ഈ തലത്തിലുള്ള ഒരു പ്രവാസത്തിലേക്ക് കടന്നു പോകേണ്ടി വരുവാൻ കാരണം അബ്രഹാമിൻ്റെ ബുദ്ധിഹീനതയാണ്. ആരാധനാ സമയത്ത് ആരാധനയുടെ മഹത്വത്തെ ചെറുതായി കണ്ടതാണ് തലമുറയുടെ ജീവിതത്തിനകത്ത് പ്രവാസത്തിലേക്ക്, അടിമത്വത്തിലേക്ക്, മറ്റുള്ളവരവരെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിപ്പെടുവാൻ കാരണമെന്ന് ആ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ചേർത്തു വച്ച് തന്നെയാണ് ഇയ്യോബും പറയുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് നാം ചെയ്യുന്നതായ പ്രവൃത്തികളും നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കാതെ വരുന്നതായ സാഹചര്യങ്ങളും ഒരു നിരപരാധിയെ അല്ലെങ്കിൽ ആത്മാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്നവരെ കവർച്ചയ്ക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്നതും തലമുറയുടെ കണ്ണ് മങ്ങിപ്പോകുന്നതിന്, അവരുടെ നന്മകൾ ഇല്ലാതെയായി പോകുന്നതിന് കാരണമായി തീരുമെന്ന് ഇയ്യോബ് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ നന്മയ്ക്കും നമ്മുടെ തലമുറയുടെ നന്മയ്ക്കും നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ
വളരെ സ്വാധീനം ചെലുത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും, ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരും, സ്നേഹിതനെ ചതിക്കാത്തവരും, ആഴമായി പ്രാർത്ഥനയിൽ മുന്നേറുന്നവരുമായി തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ നിമിത്തം ഞങ്ങളുടെ തലമുറയ്ക്ക് നാശമായി അവരുടെ കണ്ണ് മങ്ങിപ്പോകുവാൻ ഇടയാകാതെ അവർക്ക് നന്മയും ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാകേണ്ടതിന് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.